നമസ്കാരം. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്, ഇച്ചിരി തിരക്കൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു മരുന്ന് പരിചയപ്പെടുത്താനാണ്. മരുന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന നല്ലൊരു മരുന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മരുന്ന്, KM ലേപം. ഇതിനെ കറുത്ത മർമാണി ലേപം എന്നും പറയും. ഇത് മർമ്മത്തിനോടനുബന്ധിച്ചുള്ള ഒരു ലേപമാണ്. ഇതിൽ മെയിനായിട്ട് വരുന്ന കൂട്ടെന്ന് പറഞ്ഞാൽ സല്ലകി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മുന്തിരിക്കം, പിന്നെ കറ്റാർവാഴ, മഞ്ഞളിൻ്റെ ചെറിയ ഇലയുടെ പൊടിച്ചത്, പിന്നെ അലോവേര, കർപ്പൂരം, പിന്നെ മെഴുക്. ഇത്രയും സാധനങ്ങൾ ചേരുന്നതാണ് KM ലേപം എന്ന് പറഞ്ഞ സാധനം. അതായത് സല്ലകി പച്ചക്കുന്തിരിക്കം, അലോവേര, കർപ്പൂരം, മഞ്ഞളിൻ്റെ ഇല ചെറിയ ഇല പൊടിച്ചത്, പിന്നെ മെഴുക്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താ പറയുക, നമ്മുടെ ജോയിൻറ്റ് പെയിൻസ്, അതായത് എൽബോ, ബ്രിസ്റ്റ്, മുട്ട്, അതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. കാരണം ഇത് ഇൻഫ്ലമേഷൻ, അതായത് നീര് വെക്കുക, ചതവ്, നീർക്കെട്ട്, ഇതിനൊക്കെ വളരെ നല്ല ഒരു മരുന്നാണിത്. അപ്പം ഇത് നമുക്ക് അതിന് മാത്രമല്ല ഉപയോഗിക്കാവുന്ന, തലവേദന, മൈഗ്രെയിൻ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് ലൈറ്റായിട്ട് നെറ്റിയുടെ ഈ രണ്ട് സൈഡിലും ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ കുറയാൻ തലവേദന, മൈഗ്രെയിൻ ഇതിനൊക്കെ ഒരാശ്വാസം കിട്ടും. കാരണം ഇതിൻ്റെ അകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കർപ്പൂരവും കുന്തിരിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല റിലീഫ് ഉണ്ടാവും. അപ്പം ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഒത്തിരി പേര് വളരെ എന്താ പറയുക, ഒത്തിരി പേർക്കും ചെറിയ സംശയങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വെച്ച് വന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെയാണ് വേദനയെങ്കിൽ ഞാനിത് ഡയറക്റ്റായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ അല്ല ഇത് ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഓയിൽ എന്ന് പറഞ്ഞാൽ മുരുവെണ്ണ, അതാണ് ഏറ്റവും ബെസ്റ്റ് ഓയിൽ. മുരുവെണ്ണ ചെറു ചൂടാക്കി നമുക്ക് ഇപ്പോൾ ഇവിടെയാണ് എനിക്ക് വേദന എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എവിടെയാണ് വേദന അവിടെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ്, ഇപ്പോൾ കൈക്കാണെങ്കിൽ റൗണ്ടിൽ, മുട്ടിനാണെങ്കിലും റൗണ്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ്സോളം മസാജ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. അതിനുശേഷം ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യും. ഈ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ടിക്കിടരുത്. ഒരു കാരണവശാലും ഇത് നല്ല കട്ടിക്കിടരുത്, ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. കാരണം ഇതിന് കുന്തിരിക്കം, കർപ്പൂരം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇത് അലർജി ഉള്ളവർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അത് ചിലർക്ക് സ്കിന്നിന് അലർജി ഉണ്ടായിരിക്കാം, ചിലർക്ക് ഈ മെഡിസിൻ അലർജി ഉണ്ടാകും, ചിലർക്ക് ഈ മഞ്ഞളുടെ ഇല അലർജി ഉണ്ടാവാം, ചിലർക്ക് കർപ്പൂരത്തിൻ്റെ ആവും, ചിലർക്ക് കുന്തിരിക്കത്തിൻ്റെ ആവും. നമുക്കറിയില്ല ഓരോരുത്തരുടെ ബോഡി. നമുക്ക് ഈ വാദം, പിത്തം, കഫം എന്ന് പറഞ്ഞ 3 ത്രിദോഷങ്ങളാണല്ലോ നമ്മുടെ ബോഡിയിലുള്ളത്. അപ്പം എങ്ങനെയാണ് ഓരോരുത്തരുടെ ഇത് നമുക്കറിയാത്തതുകൊണ്ട് എപ്പോഴും അലർജി ഉള്ള ഒരാൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ ഒരു കാരണവശാലും ഇത് കട്ടിക്കിടരുത്. ഇത് ലൈറ്റായിട്ട്, ഇപ്പോൾ ജസ്റ്റ് എടുക്കുക, ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ. അതിനുശേഷം നമ്മുടെ ആദ്യം മസാജ് ചെയ്തതിൻ്റെ മുഴുവെണ്ണ ബാലൻസ് ഉണ്ട്, അതിൽ നമ്മുടെ പഞ്ഞിയില്ല, കോട്ടൺ, അത് മുക്കിയെടുത്ത് ആ വേദന ഉള്ളിടത്ത് വെച്ചിട്ട് കെട്ടുക. ഈ കെട്ട് 9 to 12 hours, 9 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കും. ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രി മിക്കവാറും നമ്മളിത് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കും. കാരണം രാവിലെ ചെയ്താൽ ഡ്യൂട്ടിക്ക് പോകുന്നവർ അങ്ങനെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പകൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വൈകുന്നേരം ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റ് ഈ AC, ഫാൻ ഇതിൻ്റെ തണുപ്പടിക്കാതെ നോക്കണം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പഴയ മുണ്ടോ അല്ലെങ്കിൽ തുണി, കോട്ടൺ തുണി എന്തെങ്കിലും ഇട്ട് ഒന്ന് കവർ ചെയ്ത് കെട്ടി വെക്കുക. എന്നിട്ട് 9 to 12 മണിക്കൂർ കഴിയുമ്പോൾ ഇത് അഴിച്ച് ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. ചൂടുവെള്ളത്തിൽ കുടിക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഈ ഭാഗം ചൂടുവെള്ളത്തിൽ എവിടെയാണോ വേദന അവിടെ കഴുകിക്കളയാം. അങ്ങനെ ഒരു 7 to 10 days ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും.
ഒത്തിരി പേഷ്യൻറ്റിൻ്റെ റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. കാരണം ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് ഒത്തിരി പേർക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. ചിലർ ചോദിക്കുക ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ പോരെ എന്ന്. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മളൊരു ഓയിലിട്ട് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ ഇത് ഇനി നിങ്ങൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഡെമോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനിത് ഡെമോ ചെയ്ത് കാണിച്ചു തരാം. അതായത് ഈ സാധനം എടുത്ത് എങ്ങനെ മുഴുവൻ ചൂടാക്കി എങ്ങനെ നമ്മുടെ കൈയോ കാലോ എവിടെയാണെന്ന് വെച്ചാൽ വെച്ച് കെട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതാണ് കേം ലേബർ. ഇത് പൊട്ടിക്കകത്താണ്, നമുക്ക് പൊട്ടിച്ചോരനുണ്ട്. അപ്പം ഇതാണ് സാധനം കേം ലേബർ. ഈ സെയിം സാധനം തന്നെ അതിൻ്റെ കവറാണ്. ഇതിൻ്റെ അകത്ത് പുതിയതുണ്ട്, കവർ മാത്രമല്ല ഇത് പുതിയതുണ്ട്. ഇതിൻ്റെ ആദ്യം ഒരു അലുമിനിയം ഫോയിലിൻ്റെ ഒരു കോട്ടിങ് കൂടെ ഉണ്ടാവും. അത് കുറച്ച് കളയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ സാധനം നമുക്ക് ഇങ്ങനൊരു ട്യൂബായിട്ട് കിട്ടും. അതായത് ഇതുണ്ടോ, ഇങ്ങനൊരു ബ്ലാക്ക് കളറിലൊരു സാധനമായിരിക്കും ഉണ്ടാകും. ഇത് നല്ല പുറത്ത് തന്നെ നമുക്ക് നല്ല കർപ്പൂരത്തിൻ്റെ മുന്തിരിക്കത്തിൻ്റെ മണം കൃത്യമായിട്ട് നമുക്കിതിൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മളത് 100% ഉടനെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒത്തിരി പേർക്ക്, കാരണം ഓവറായിട്ട് ഈ ജോലി ചെയ്യുന്നവരും ഒരേ സിറ്റിംഗ് പൊസിഷനിൽ അല്ലെങ്കിൽ ഒത്തിരി ദേഹാനങ്ങി ചെയ്യുന്നവർ, അവർക്ക് ഈ മുട്ടുവേദന, ഷോൾഡർ പെയിൻ അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടാകും. അവരൊക്കെ ജസ്റ്റ് ഒരു മസാജിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള നല്ല ഇതുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ഡെമോ ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ബൈ. ഗുഡ് നൈറ്റ്.